ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടാക്സ് കൊടുക്കുന്നതിനെപ്പറ്റി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും ലോകത്തെയും പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. അനന്തരം അവരെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ വന്നു, ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നതുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതെ ഇരിക്കുകയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരുടെ കപടമറിഞ്ഞു. നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത്? ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവേ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്നു. ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു. ഇത് സംഭവിക്കുമ്പോൾ ദൈവികമായ ഒരനുഭവം നമ്മളെ മേഖലകളിൽ ഇനി അപ്പോൾ തന്നെ ലോകത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ടാക്സ് ഉണ്ട്. നമ്മൾ ഒരു ഇഡ്ഡലി വാങ്ങിച്ചാലും അതിനും ടാക്സ് ഉണ്ട്. അത് സത്യസന്ധമായി അത് ചെയ്യേണ്ടതാണ്. കാരണം കടക്കാർ ഇഡ്ഡലിയുടെ അരി വാങ്ങിക്കണമെങ്കിൽ അതിന് ടാക്സ് ഉണ്ട്, അരി കിട്ടണമെങ്കിൽ അവർക്ക് ടാക്സ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായി ചെയ്തു പോകുന്നതാണ് എപ്പോഴും അനുഗ്രഹം. സത്യസന്ധമായി നമ്മൾ പോകുമ്പോൾ ആ സത്യസന്ധതയിൽ ദൈവം നമ്മളോടൊപ്പം കാണും എന്നുള്ളത്. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ദൈവവും കൈസറുമായിട്ട് ബന്ധമില്ല. ഒരു രാജ്യത്തിൻ്റെ നിയമമുണ്ട്, ദൈവത്തിൻ്റെ നിയമമുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ ആ ശക്തി തന്നെ നശിച്ചു പോയിക്കോളും. ചിലപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വശംവദരാകേണ്ടി വരും, പ്രതികൂലങ്ങളിലൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ എക്കാലവും അതൊക്കെയല്ല. എക്കാലവും അപ്രകാരം മനുഷ്യരെ കളിപ്പിക്കാനൊക്കെയല്ല, പറ്റിക്കാനൊക്കെയല്ല. ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, ദൈവശക്തിയോടെ ഇരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാൻ ഞാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നമ്മളുടെ മേഖലകളിലൊക്കെ, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിനായി, ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാജ്യങ്ങളുടെ നിയമങ്ങൾ പാലിക്കുവാൻ വേദപുസ്തക അടിസ്ഥാനപ്രകാരം ക്രിസ്തു വിഭാവനം ചെയ്ത ആ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുന്ന ആ മനോഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചാട്ട് സമസ്ത മേഖലകളിലുള്ള കള്ളത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ, സത്യസന്ധരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.